നമസ്കാരം. കോൺഗ്രസ് നിലവിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ്. ആ കപ്പലിലെ കപ്പിത്താനാണ് വി സതീശനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ലെന്ന് തന്നെ പറയാം. എന്താണ് കോൺഗ്രസിലെ നിലവിലെ അവസ്ഥ? പാർട്ടിയിൽ നിൽക്കണോ എന്ന് കൊണ്ട് മാത്രം നിന്നു പോകുന്ന കുറെ പേർ ഒരു വശത്തും, പദവി വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കുറെ പേർ മറുവശത്തും, എന്നാൽ കിട്ടാത്തതിന്റെ പേരിൽ പിണങ്ങി പോകുന്നത് വേറെ കുറെ. ഇതാണ് കോൺഗ്രസിന്റെ നിലവിലെ അവസ്ഥ. KPCC ഭാരവാഹികൾ നിർജീവമെന്നാണ് അതിന്റെ മേൽഘടകത്തിന്റെ കണ്ടെത്തൽ. അണികളെല്ലാം നിർഗുണ പരബ്രഹ്മമായി എന്ന് പറഞ്ഞ് ACC ആണ് ഭൂരിഭാഗം DCC അധ്യക്ഷന്മാരെയും മാറ്റണമെന്നും ACC പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. AICC സെക്രട്ടറിമാരുടെ റിപ്പോർട്ടിലാണ് KPCC നിർജീവമാണെന്നും നിർഗുണന്മാരെ പിരിച്ചുവിടണമെന്നും നിർദ്ദേശിച്ചിരിക്കുന്നത്. വിശ്വനാഥ പെരുമാളും VV മോഹനും നൽകിയ റിപ്പോർട്ടിലാണ് KPCC നിർജീവമാണെന്ന പരാമർശമുള്ളത്. 20-ലധികം ഭാരവാഹികളെ മാറ്റണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എറണാകുളം, മലപ്പുറം, കണ്ണൂർ എന്നീ ജില്ലകളിലൊഴികെ ബാക്കിയുള്ള ജില്ലകളിൽ അധ്യക്ഷന്മാരെ മാറ്റുന്ന കാര്യത്തിലും ഉടൻ തീരുമാനമാകും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഉടൻ KPCC പുനഃസംഘടിപ്പിക്കുവാനും ആലോചിക്കുന്നുണ്ട്. പുനഃസംഘടനയൊക്കെ പറയാമെങ്കിലും ഈ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിനെ എങ്ങനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ. പക്ഷെ നേതാക്കളുടെ തമ്മിലടി ആദ്യം തീരണ്ടേ? KPCC ഒന്ന് ഉടച്ചു വാർത്താലോ എല്ലാം ശരിയാകുമെന്ന പ്രതീക്ഷയിലാണ് AICC. പക്ഷെ KPCC പ്രസിഡന്റും സുധാകരനും പ്രതിപക്ഷ നേതാവ് വി സതീശനും ഒന്നും ഒരുമിച്ച് നിൽക്കണ്ടേ? എല്ലാ കാര്യത്തിലും രണ്ടുപേരും പൊരിഞ്ഞതല്ലാണ്. പുനഃസംഘടനാ ഘട്ടത്തിലും തഴയപ്പെട്ടാൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഗ്രൂപ്പുകൾ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് KPCC ശക്തിപ്പെടുത്താനാണ് പുനഃസംഘടനയ്ക്ക് ശ്രമിക്കുന്നത്. BJPയിൽ നിന്നും പദവി മോഹിച്ചെത്തിയ പാവം സന്ദീപ് വാര്യയുടെ കാര്യമാണെങ്കിൽ വെറും കഷ്ടമാണ്. 2 ദിവസം കഴിഞ്ഞാൽ ആ സന്ദീപ് W എന്ന പാർട്ടിയായിട്ട് ഉണ്ടാക്കി അതിലെ നേതാവായിരിക്കും. എന്തായാലും കോൺഗ്രസിന്റെ ഇനിയുള്ള അവസ്ഥ വളരെ പരിതാപകരമാണ്. അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട.